എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റാഗിയുടെ കൂടെ ചവ്വരിയും കൂടെ ചേർത്ത് വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായിട്ടുള്ള ദോശ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹെൽത്തിയാണ്, മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മുഴുവൻ റാഗിയാണ്. അതിലേക്ക് 1/4 കപ്പ് സാദാ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന ആ പച്ചരി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ സാദാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ല പോലെ ഒന്ന് കഴുകി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്നും ഞാൻ 1/4 കപ്പ് ഉഴുന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 1/4 കപ്പ് ഉഴുന്നിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നും ഉലുവയും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതും ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലാണ് ഞാൻ ചവ്വരി എടുത്തിട്ടുള്ളത്. ചവ്വരി ഞാൻ 1/4 കപ്പ് ചവ്വരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് അരിയൊക്കെ എത്ര മണിക്കൂറാണോ നമ്മൾ റാഗിയും അരിയും ഉഴുന്നും കുതിരാനായിട്ട് ഇട്ടത് അത്രയും സമയം തന്നെ ഞാൻ ചവ്വരിയും കുതിരാനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് എടുക്കുന്നത് അവിലാണ് കേട്ടോ. അവിൽ പെട്ടെന്ന് കുതിർന്ന് വരുന്നതുകൊണ്ട് നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൽ മതി. വളരെ നൈസായിട്ടുള്ള വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1 മണി നേരത്താണ് ഇതെല്ലാം കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. അരയ്ക്കുന്നത് ഒരു 6-നും 7-നും ഇടയ്ക്കുള്ള ടൈമിലാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ആദ്യം ഉഴുന്നും ഉലുവയാണ് അരച്ചെടുക്കുന്നത്. അത് രണ്ടും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനിവിടെ ഇത് അരയ്ക്കാനായിട്ട് എടുത്തുള്ളത് ഐസ് ക്യൂബ്സാണ് കേട്ടോ. കാരണം ഈ മാവ് ഒട്ടും ചൂടാകരുത്. അപ്പോൾ നല്ല തണുത്ത മാവ് വേണം കിട്ടാൻ. അപ്പോൾ ഉഴുന്നും ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ചവ്വരിയും കൂടെ ഇട്ടിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ട് അരച്ചെടുക്കുന്നത്. ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് തീരെ ചൂടാവാതെ നമുക്ക് തണുത്ത നല്ല മാവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഉഴുന്നും ഉലുവയും ചവ്വരിയും കൂടെ നല്ല മയത്തിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേ ബൗളിൽ തന്നെയാണ് നമ്മൾ പച്ചരിയും റാഗിയും കുതിർത്തിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവിൽ കുതിർത്തിയിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കാം. അതുകൂടെ അരച്ചെടുത്ത് ആദ്യത്തെ ട്രിപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉഴുന്ന അടിയിലും മേലെയാണ് നമ്മൾ റാഗിയും പച്ചരിയും കൂടെ അരച്ചത് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൈ വെച്ച് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് നല്ല തണുത്ത മാവാണ് കേട്ടോ. ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മൂടി രാത്രി മുഴുവനും ഞാൻ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ നമുക്ക് മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് രാവിലെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ദോശത്തവ ഇതിലേക്ക് കുറച്ച് നെയ്മയോ എണ്ണയോ എന്തെങ്കിലും തൂവിയ ശേഷം ഇതുപോലെ കനം കുറച്ച് പരത്തി കൊടുക്കാൻ സാധിക്കും നമുക്ക്. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി ഞാൻ അതിനെ ഒന്നും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ്, സവാളയും അതുപോലെ ക്യാരറ്റും തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യും ഓയിലോ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്. ഈ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്, മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കണേ. റാഗിയുടെ കൂടെ ചവ്വരി ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.